വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയരെ, നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി, പ്രത്യേകിച്ചും ഇത്തരം ഒരു പുനഃസ്ഥാപിക്കൽ എന്നത് ഒരു സാമൂഹ്യ ആവശ്യമായി എടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, അതോടൊപ്പം ഇത്തരം ഒരു പരിപാടി നേരത്തെ സ്വാഗത പ്രാസംഗികൻ സംസാരിച്ചതുപോലെ ഇത്തരം ഒരു പൊതുപരിപാടി നടത്താൻ ആർജവം കാണിച്ച ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് മലപ്പുറത്തിനും എൻ്റെ അഭിവാദ്യങ്ങൾ. പ്രത്യേകിച്ചും നീതി എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നൊരു സമയമാണ്. അതായത് ഏത് തരത്തിലുള്ളതാണ് നീതി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീതിയുടെ ലഭ്യത എങ്ങനെയാണ്, എന്താണ് നീതി എന്നുള്ളതാണ്. കാരണം നീതിയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നീതിയില്ലായ്മയാണ് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ രാജ്യാന്തരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, വളരെ പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകർ പോലും ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് അയോധ്യ ക്ഷേത്രം പൊളിച്ചത് തെറ്റാണെങ്കിലും ക്ഷേത്രം വന്നത് നീതിയാണെന്ന് പറയുന്ന ആളുകളാണ്. അപ്പം നീതി എന്നത് എന്താണ് എന്നുള്ളൊരു വ്യാഖ്യാനം പോലും നമ്മൾ ജനാധിപത്യത്തിനകത്ത് നിന്നുകൊണ്ട് ഭരണഘടന അനുസൃതമായിട്ടുള്ള ബോധ്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് നിർമ്മിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരർത്ഥത്തിൽ ഒന്നുകൂടി നീതി എന്നത് അടിച്ചമർത്തപ്പെട്ടവരുടെയും മാറ്റി നിർത്തപ്പെട്ടവരുടെയും ഒരു ഭൂരിപക്ഷ രാജ്യത്ത് മൈനോറിറ്റികളായിട്ടുള്ള മനുഷ്യരുടെയും അവകാശങ്ങൾക്ക് മുൻഗണന നൽകുന്നത് കൂടിയാണ് എന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഒരു ലീഗൽ ലിറ്ററസിയുമൊക്കെ നമ്മുടെ ജുഡീഷ്യറിക്കും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കുമൊക്കെ നൽകേണ്ടതുണ്ട്. അത് അനിവാര്യമായി നമുക്ക് മുൻപിൽ നിൽക്കുകയാണെന്നുള്ളത് യാഥാർത്ഥ്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇത്തരം പരിപാടികളെ നമ്മളതിനെ അഭിസംബോധന ചെയ്യുക. സെക്യുലറിസം എന്നൊക്കെ പറയുന്നൊരു സംവിധാനം എത്രയോ കാലം മുൻപ് തന്നെ മരണമടഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു രാജ്യവും കൂടെയാണ് ഇന്ത്യ എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംവിധാനങ്ങളൊക്കെ തന്നെയും എല്ലാ കാലത്തും അവരുടെ പ്രവർത്തനങ്ങൾക്കകത്തും അവരുടെ എല്ലാ വിധത്തിലുള്ള കർമ്മത്തിനകത്തും കൃത്യമായി ഹിന്ദുത്വ അജണ്ടയും അല്ലെങ്കിൽ ഹിന്ദുത്വ ആചാരങ്ങളെ പിന്തുടരുന്നത് നമുക്കൊരു കോമൺ കാഴ്ചയാണ്. നമ്മളത് സ്വാഭാവികവൽക്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരർത്ഥത്തിൽ നമ്മൾക്ക് പാലം പണിയുന്ന സമയത്ത് പൂജ നടത്താതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇന്ത്യയിൽ നിന്നുണ്ട്, കേരളത്തിലുമുണ്ട്. നമ്മൾക്കൊരു പോലീസ് ജീപ്പ് പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ മുകളിൽ കൂടെ ഇറങ്ങണം. അത് ഇറങ്ങിയില്ലെങ്കിൽ ആ വണ്ടി ഓടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത്. വളരെ കൃത്യമായി ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ആചാരാനുസൃതമായിട്ടുള്ള ഒരു ഭരണ രീതി എത്രയോ കാലം മുൻപ് തന്നെ, മതം ഇതരമല്ലാത്ത മതാത്മകമായിട്ടുള്ളൊരു സംവിധാനമായി എത്രയോ കാലം മുൻപേ തന്നെ നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ പറയുന്ന ഒരു ഹിന്ദു രാജ്യത്തിന്, ഒരു ബ്രാഹ്മണ്യ രാജ്യത്തിന്, ഒരു രാമരാജ്യത്തിന് തറക്കല്ലിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇന്നത്തെ സമയത്ത് ഒരുപാട് കാലങ്ങളായി നടത്തിക്കൊണ്ടുവരികയും സാംസ്കാരിക പദ്ധതിയായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തെന്ന ഹിന്ദുത്വം അതിൻ്റെ കാൽ നാട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അപകടകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് അഭിസംബോധന ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നീതിയുടെ റിപ്പബ്ലിക് പുനഃസ്ഥാപിക്കുക എന്ന ഒരു ഹോപ്പിനകത്ത് നിന്ന് വേണം തുടങ്ങേണ്ടത്. അത്തരം ഒരു ഹോപ്പിന് വഴി തെളിക്കത്തക്ക രീതിയിലാണ് ഇത്തരം ഒരു ചെറിയ പരിപാടികൾ പോലും നടത്തപ്പെടുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടെ വേണം നമ്മൾ പരിപാടികളുമായി മുൻപോട്ട് പോവുകയും വേണ്ടത്. നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള ഘടനകളെ പരിശോധിക്കുന്ന സമയത്ത് എല്ലാ കാലത്തും ഭരണഘടനാനന്തരം പോലും അവർ അതിനു മുൻപ് നടത്തിയിരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ പ്രവർത്തന രീതികൾ തുടർന്നു പോന്നിരുന്നു. 47 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ 48 44 ദളിതരെ തമിഴ്നാട്ടിൽ കൊല്ലുന്നുണ്ട്, കൂട്ടക്കുരുതി നടത്തുന്നുണ്ട്, അവരെ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട്. തമിഴ്നാട് പോലെയുള്ള നമ്മുടെ സദൻ സംസ്ഥാനങ്ങളിൽ തന്നെ എത്രയോ ദളിതരെയും ആദിവാസികളെയും എത്രയോ മുസ്ലിങ്ങളെയും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ തന്നെ ആക്രമിക്കുകയും, ഇന്ത്യയിൽ ഒരു വ്യാപകമായ കണക്ക് നമ്മൾക്ക് മുൻപിലുണ്ട്. ആ കണക്ക് എന്ന് പറയുന്നത് പോലും ഒരു റിപ്പോർട്ടഡ് കേസുകൾ മാത്രമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ എന്നോ ഭരണഘടനാനന്തരം പോലും ആ കൃത്യമായ ബ്രാഹ്മണ്യത്തെ തുടർന്നു പോന്നിരുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ എല്ലാം സാംസ്കാരിക പദ്ധതികൾക്കകത്ത്, നമ്മുടെ ഒരു സംസ്കാരത്തിനകത്ത് നിലനിൽക്കുന്ന ബ്രാഹ്മണിക്കലായിട്ടുള്ള സംവിധാനങ്ങളെ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന നിലയിൽ പുറത്താക്കാൻ സാധിക്കാത്തതിൻ്റെ കൂടെയാണ്. നമ്മളെല്ലാവരും തന്നെ അത്തരം ഒരു സാമൂഹ്യ ഘടനയെ ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് അധികാര രൂപങ്ങളെ അംഗീകരിച്ച് തന്നെയാണ് അത്തരം അധികാര രൂപങ്ങൾ
പലതരത്തിൽ, ഞാൻ പറയുന്നത് കേവലമായ ഒരു ഭരണ അധികാര രൂപമെന്നതിനപ്പുറം നമ്മുടെ സാമൂഹ്യ ഘടനയ്ക്കകത്ത് പോലുമുള്ള ഒരു പാട്രിയാർക്കി പോലുള്ള സംവിധാനങ്ങളെ പോലും നമ്മൾ തുടച്ചു നീക്കാതെ നമ്മൾ പുരുഷാധിപത്യത്തിനകത്തും ജാത്യാധിപത്യത്തിനകത്തും മതാധിപത്യത്തിനകത്തും മതമേധാവിത്വത്തിനകത്തുമൊക്കെ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ ബീയിങ്ങാണ്, ഒരു പൗരനായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതല്ല, വിശ്വസിക്കുക ചെയ്യുമ്പോൾ തന്നെ ഒരു പൗരനായിരിക്കുമ്പോൾ പൗരൻ്റെ ഘടനകൾ സ്വീകരിക്കാൻ ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും ബാധ്യതയുണ്ടെന്നും അത് പൗരനാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ ഇന്ത്യൻ ജനത പിൻകാലത്തും തുടർന്നു പോന്നിരുന്നില്ല. അത് ഒരു തരത്തിൽ ബ്രാഹ്മണിക്കൽ ശക്തികൾക്ക് അവർക്ക് വലിയ തോതിലുള്ളൊരു ഇന്ധനവും കൂടെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവർ മുൻപോട്ട് വെച്ച ഒരു മൈനോറിറ്റിക്ക് നേരെയുള്ള ആക്രമണം, ഈ ആക്രമണത്തിൻ്റെ പുറകിലൊക്കെ തന്നെയും എല്ലാ കാലത്തും ഈ ബ്രാഹ്മണ്യ ശക്തികളെ അധികാരത്തിൽ നിലനിർത്താനും അവരെ എല്ലാ കാലത്തും ജാത്യാധിപത്യത്തിൻ്റെ മുകളിൽ അവരൊരു അധികാര രൂപമായി നിൽക്കത്തക്ക രീതിയിലുള്ളൊരു സ്ട്രക്ചറിനെ നിർമ്മിക്കാൻ ആയിരുന്നു എന്നുള്ളൊരു സോഷ്യൽ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ നോക്കിയാലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങളുടെ ഇത്രയും നാൾ നമ്മൾ തന്നെ നമ്മുടെ സാമൂഹ്യ ഇടപെടലുകൾക്കകത്തും ഒക്കെ നടത്തിപ്പോന്നിരുന്ന പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം തർക്കത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ പ്രശ്നത്തെ പറ്റിയുള്ള പിൻവായനകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അത് ബ്രിട്ടൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ചെന്ന് നിൽക്കുകയുണ്ടാകും. അതൊരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ അധിനിവേശ സമയത്ത് ബ്രിട്ടൻ്റെ കൊളോണിയൽ ശക്തികൾക്കെതിരായി ഉയർന്നു വരുമെന്ന ഭയത്താൽ അവർ തന്നെ തുടങ്ങുന്നതാണ്. ഇപ്പോൾ ഈ ബാബറി മസ്ജിദിൻ്റെ കാര്യം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അയോധ്യയിൽ 1830 മോൺഗോമറി മുതൽ തുടങ്ങുന്ന ബ്രിട്ടൻ്റെ ഇടപെടൽ കാണാൻ സാധിക്കും. അത് പിന്നീട് അലക്സാണ്ടർ കണ്ണിങ്ഹാമായിട്ട് ASI എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാനൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാണാൻ സാധിക്കും. അങ്ങനെ അതൊരു പ്രശ്നബാധിത മേഖലയാക്കി വളർത്തിയെടുത്തുകൊണ്ട് അവിടെ ഈ പറയുന്ന ഒരു സാഹോദര്യം, നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന സാഹോദര്യത്തെ മറികടക്കത്തക്ക രീതിയിലൊരു വലിയ പ്രശ്നങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ബ്രിട്ടൻ തുടങ്ങി വെച്ചൊരു പ്രശ്നമാണത്. എന്നാൽ ബ്രിട്ടൻ തുടങ്ങി വെച്ച പ്രശ്നത്തിൻ്റെ ഒരു ബാക്കിപത്രമായി നമ്മൾ കാണുന്നത് ബ്രാഹ്മണ്യം അതിനെ ഏറ്റെടുക്കുന്നതായിട്ടാണ്. ആ ഏറ്റെടുക്കുന്നതിന് അവർ മുൻപോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വിശാല ഹിന്ദുവിൻ്റെ ഒരു ഐക്യം എന്നതുകൂടിയാണ്. എല്ലാ സമയത്തും മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മൈനോറിറ്റികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ, ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ പുറകെ മുസ്ലിം പള്ളികളെ മാത്രമല്ലല്ലോ അവർ ലക്ഷ്യമിടുന്നത്. അവർ മധ്യപ്രദേശിൽ നിന്ന് ക്രിസ്ത്യൻ പള്ളിയുടെ ചർച്ചിൻ്റെ മേളിൽ RSSൻ്റെ കൊടി നാട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിൽ വ്യത്യസ്ത മൈനോറിറ്റികളെ പ്രശ്നമാദ്യമേ ഓപ്പോസിഷനിൽ നിർത്തിക്കൊണ്ട് ഗോൾവാർക്കറും സവർക്കറും ഒക്കെ പറഞ്ഞ രാഷ്ട്രീയം മുൻപോട്ട് വെച്ചുകൊണ്ട് അവർ നടത്തുന്ന വലിയൊരു പ്രക്രിയ എന്ന് പറയുന്നത് വിശാല ഹിന്ദു ഐക്യം എന്നൊരു സ്വപ്ന പദ്ധതിയെ ഇന്ത്യൻ സമൂഹത്തിന് മുൻപോട്ട് വയ്ക്കുക എന്നാണ്. ആ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് ജാതിയെ മറികടക്കണ്ടാതെ ബ്രാഹ്മണ്യത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വലിയ ആലോചനയുടെ ഭാഗമാണ് ആ ഒരു വിശാല ഹിന്ദു എന്ന് പറയുന്നത്. അതായത് എല്ലാ കാലത്തും ബ്രാഹ്മണ്യത്തെ നിലനിർത്തി പോരാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ വിശാല രാഷ്ട്രീയത്തിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത്. ഇന്നവർ ഒഴുക്കുന്ന ഓരോ തുള്ളി ചോരയുടെയും പുറകിൽ അവർ ഈ പറയുന്ന ഇന്ത്യൻ ജാതി വ്യവസ്ഥയോടെ അംബേദ്കറൊക്കെ വളരെ മുൻപ് തന്നെ മുൻപോട്ട് വെച്ച ഒരു ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കൽ സ്വരാജ് എന്ന് പറയുന്ന അവരുടെ ഒരു രാജ്യം, ഒരു ഹിന്ദു രാജ് അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിൻ്റെ അധികാരമുള്ള ഒരു രാജ്യം. ഇപ്പോൾ ഇന്നലെയൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്യാൻവാപി പോലെയുള്ള പല സ്ഥലങ്ങളിലും അവർ ഈ പറയുന്ന പോലെ അത് ഒരു അമ്പലമായിരുന്നു എന്നുള്ള പലതരത്തിലുള്ള ആർഗ്യുമെൻസും അല്ലെങ്കിൽ കോടതി വിധികൾക്കകത്തേക്ക് തന്നെ ആ ASIയുടെ റിപ്പോർട്ടൊക്കെ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഹിസ്റ്ററിയെപ്പറ്റി യാതൊരു ധാരണയുമില്ലാത്ത മനുഷ്യർക്ക് മാത്രമാണ് അത്തരത്തിൽ ഇത് അമ്പലം പൊളിച്ച് അവിടെ തുടങ്ങിയതാണെന്ന് പറയുന്നത്. മറിച്ച് ചരിത്രത്തിനകത്ത് എല്ലാത്തരം സ്ട്രക്ചേഴ്സും ഉണ്ടായി വരുന്നത് മുൻപുണ്ടായിരുന്ന പല സ്ട്രക്ചേഴ്സിൻ്റെയും അവശിഷ്ടങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കത് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ഒരു യാഥാർത്ഥ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ പലതരത്തിലുള്ള ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അവർക്ക് അനുയോജ്യരായ, അവർക്ക് ഭരിക്കാൻ പറ്റുന്ന, അവരുടെ ഭരണത്തെ അംഗീകരിക്കുന്ന ഒരു വലിയ ജനതയെ, അത് എല്ലാ ജനതയും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണത്തിൻ്റെ ഒരു ലക്ഷ്യം ഇതാണെങ്കിലും മുസ്ലിം സമുദായം ഉയർത്താൻ സാധ്യതയുള്ള ഒരു റെസിസ്റ്റൻസിന് അവർക്ക് ഭയമുണ്ട് എന്നുള്ളതുകൂടിയാണ് അതിൻ്റെ ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കൾച്ചറലായിട്ടുള്ളൊരു മറ്റൊരു പദ്ധതിയെ ഉയർത്താൻ മുസ്ലിം സമുദായത്തിന് ഹിന്ദുക്കൾക്കെതിരെ സാധിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ കൂടെ വെച്ചുകൊണ്ടാണ് അവർക്ക് അത്തരം ഒരു വലിയ ആക്രമണം പ്രത്യേകിച്ചും ഹിന്ദു സമൂഹം, ഒരു RSS സമൂഹം മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് നടത്തുന്ന ഒരു വലിയ പ്രശ്നം. അപ്പോൾ ഈ പറയുന്ന കൾച്ചറലായിട്ടുള്ള പ്രശ്നങ്ങളെ മറികടക്കാനും അവരുടെ വിശാല ഹിന്ദു രാഷ്ട്രീയം വഴി ബ്രാഹ്മണ്യത്തിൻ്റെ എല്ലാ കാലത്തുമുള്ള
ഒരു അധികാരത്തിനെ നിലനിർത്തി പോരാനും വേണ്ടി നടത്തിക്കൊണ്ടുപോരുന്ന വലിയൊരു കാലങ്ങളായിട്ടുള്ള, അത് കേവലമായിട്ടൊരു 5-10 വർഷം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു പ്രശ്നമല്ല ഇത്. മറിച്ച് ഏകദേശം 100 വർഷത്തിന് മുകളിൽ അവർ നടത്തി വന്ന വലിയ പ്ലാനിങ്ങിൻ്റെ ഒരു വലിയ പ്രവർത്തന രീതിയാണ്. അത്രയും വലിയ പ്ലാനിങ്ങിൻ്റെ കാരണവും കൊണ്ടാണ് ഒരു പള്ളി തകർക്കപ്പെടുമ്പോൾ ഒരു പൊതുബോധം, പ്രത്യേകിച്ചും RSS പോലും അല്ലാത്ത ഇന്ത്യയിലെ പ്രത്യേകിച്ചും മറ്റു വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പോലും സ്വാഭാവികമായി ഇതൊരു നീതിയാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഈ 100 വർഷത്തെ അവരുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണത്. ആ പ്ലാനിങ്ങിനകത്തുള്ള പ്രശ്നങ്ങളെ നമ്മൾക്ക് തുറന്നു കാണിക്കാൻ സാധിച്ചാൽ മാത്രമായിരിക്കും നമ്മൾക്ക് ഈ നീതിയുടെ റിപ്പബ്ലിക്കിനെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത്. 75ാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഈ റിപ്പബ്ലിക് വന്നതിൻ്റെ ഒരു 75ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ തന്നെ നമ്മുടെ റിപ്പബ്ലിക് മുൻപോട്ട് വയ്ക്കുന്ന സമഭാവനകളെ, സാഹോദര്യത്തിൻ്റെ ഭാവനകളെ, സ്വാതന്ത്ര്യത്തിൻ്റെ അടയാളങ്ങളെ തകർത്തുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ നമ്മൾക്ക് മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവർ നടത്തുന്ന പൊള്ളത്തരങ്ങളെ തുറന്നു കാണിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ഫ്രട്ടേണിറ്റി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഒരു ജനാധിപത്യ കക്ഷികളൊക്കെ തന്നെയും പ്രത്യേകിച്ചും ഇന്ത്യ അലയൻസ് ഒക്കെ മുൻപോട്ട് വെച്ച പോലെയുള്ള ജാതി സെൻസസ് പോലെയുള്ള വിഷയങ്ങൾ വളരെ കൃത്യമായി നമ്മൾക്ക് മുൻപോട്ട് വെച്ച് അത് നടപ്പിലാക്കിക്കാൻ നിർബന്ധിതരാക്കിയാൽ മാത്രമാണ് ഇവർ പറയുന്ന വിശാല ഹിന്ദുത്വത്തിനകത്തെയും ഇവർ പറയുന്ന അവരുടെ ഒരു വിക്ടിം ബ്ലെയിമിംഗ് ഉണ്ടല്ലോ, അവർ സ്വയം വിക്ടിമാണെന്ന് കാണിക്കുന്ന ചില സംഗതികളുണ്ടല്ലോ, അതിനെ നമുക്ക് തുറന്ന് കാണിക്കാൻ സാധിക്കുള്ളൂ. അവർ എത്രത്തോളം അധികാര വർഗമാണ് എന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കുള്ളൂ. അവരെത്രത്തോളം നുണയന്മാരാണ് എന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ജനാധിപത്യ പ്രക്രിയകൾ വഴി, ജാതി സെൻസസ് പോലെയുള്ള പ്രവർത്തനങ്ങൾ വഴി, നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ വഴി, നിരന്തരമായി നമ്മുടെ ഇടപെടലുകൾ വഴി, നമ്മുടെ സംസാരങ്ങൾ വഴി, നമ്മുടെ പ്രയോഗങ്ങൾ വഴി, നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി നമ്മൾക്ക് ഇവർ മുൻപോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് ഇന്ന് നമ്മൾ നേരിടുന്ന ഈ ത്രെറ്റിനെ നമുക്ക് മറികടക്കാൻ സാധിക്കുള്ളൂ. ഇത് കേവലം ഇപ്പം മോഹൻ ഭാഗവതൊക്കെ പറയുന്നത് പോലെ ബാബറി മസ്ജിദിൻ്റെ പ്രശ്നം തീർന്നു, ഇത് ഡിസ്പ്യൂട്ട് നമ്മൾ അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അത് ഇന്ന് തീരുന്ന പ്രശ്നമല്ല. മറിച്ച് അവർ ഒരു അതോറിറ്റേറിയൻ പവർ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അവരുടെ ഒരു റെസ്റ്റിംഗ് പോയിന്റ് മാത്രമാണ്. അവരിനി അടുത്ത മധുരയിലേക്കും അവർ അടുത്ത സ്ഥാനങ്ങളിലേക്കും ഇനി ചേക്കേറാൻ തുടങ്ങും. അവർ ഇത് തന്നെ മുൻപോട്ട് വയ്ക്കും. അവർ ഇത്തരം ഒരു വിക്ടിം ബ്ലെയിമിംഗ് തന്നെ നടത്തിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള സാമൂഹ്യ അന്തരീക്ഷം, പ്രത്യേകിച്ചും ഒരു ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ, സുപ്രീമിസത്തിൻ്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ നമ്മൾ വളരെ നൈതികപരമായിട്ടുള്ള രാഷ്ട്രീയം മുൻപോട്ട് വെച്ചുകൊണ്ട്, നമ്മൾ വളരെ ജനാധിപത്യത്തിൻ്റെ, ജസ്റ്റിസിൻ്റെ രാഷ്ട്രീയം മുൻപോട്ട് വെച്ചുകൊണ്ട്, വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രാതിനിധ്യത്തിൻ്റെ, ഇക്വാലിറ്റിയുടെ രാഷ്ട്രീയം മുൻപോട്ട് വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇതിനെ തകർക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ളൊരു തകർപ്പിന് നമ്മളെപ്പോലെയുള്ള ചെറിയ കൂട്ടങ്ങൾക്ക് വലിയ ശക്തികളുണ്ട് എന്നുള്ള വലിയ ബോധം നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. ഇത്തരം ചെറിയ ചെറിയ കൂട്ടങ്ങളിൽ നിന്ന് മാത്രമാണ് നമ്മൾക്ക് നാളെയുടെ ഒരു വലിയ ജനാധിപത്യ രാഷ്ട്രീയത്തെ നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. നാളെയുടെ വലിയ ജനാധിപത്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നീതിയുടെ തട്ടിനെ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അത്തരം നീതിയുടെ തട്ടുകൾ കൊണ്ട് മാത്രമായിരിക്കാം നമ്മൾക്കിത് പുനഃസ്ഥാപിക്കാൻ സാധിക്കുക. ഭരണഘടന നമ്മൾക്ക് മുൻപ് തന്നിട്ടുണ്ടെങ്കിലും അത് ഭരിക്കുന്നവരെ സംബന്ധിച്ച് അതിൽ കൃത്യമായൊരു ധാരണയില്ലെങ്കിൽ, അത്തരമൊരു ജനാധിപത്യ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ, അവർക്കൊരു ജനാധിപത്യ ബോധ്യമില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ വീണ്ടും ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള മൂല്യത്തിനകത്തും ബോധ്യത്തിനകത്തും പെട്ടുകിടന്നുകൊണ്ട് നമ്മൾ നാളെയും തല്ലിക്കൊല്ലപ്പെടുന്നവർ മാത്രമായി മാറും. അത്തരം തല്ലിക്കൊല്ലപ്പെടുന്നവർ മാത്രമായി മാറാതെ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ പടികൾ കയറി നമ്മൾക്ക് മുൻപോട്ട് വരാൻ വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടേയിരിക്കാം. അത്തരം ശബ്ദങ്ങൾ ഒട്ടനവധി ഉണ്ടാവട്ടെ. മലപ്പുറത്തും കേരളത്തിലും ഇന്ത്യയിൽ ഒട്ടുക്കെ അത്തരം ശബ്ദങ്ങൾ ഉണ്ടാകട്ടെ. നമുക്കായുള്ള ശബ്ദങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കൈത്താങ്ങുകൾ കൂടി ആയിക്കൊണ്ട് നമ്മൾക്ക് മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനായി ഇനിയും ഇത്തരം ഗ്രൂപ്പുകൾ, ഇത്തരം കൂട്ടങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ അധികാര ശക്തികളെ, അതോറിറ്റേറിയൻ ഭരണങ്ങളെ, ഫാഷിസ്റ്റ് ഭരണങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് കൂട്ടം കൂടാൻ സാധിക്കട്ടെ. അതിന് എല്ലാവർക്കും ദീർഘായുസ്സും അതേപോലെ തന്നെ ശക്തിയും ആരോഗ്യവും നീതിബോധവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സംസാരം നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഭീം.